നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ നല്ലതിനു വേണ്ടിയാ. സമ്മതിച്ചു. എന്റെ നല്ലതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്റെ ശ്രേയുടെ കല്യാണം നടത്തിയതാ. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു പോയിക്കോളാം. ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ശ്രേയെ കല്യാണം കഴിച്ചാലേ ഞാൻ നന്നാവും മാഷേ. എന്താ മാഷേ മറുപടിയില്ലേ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനിയെങ്കിലും മാഷി ഈ കല്യാണത്തിന് തടസ്സം നിൽക്കല്ലേ. ഒരച്ഛനായിട്ട് മുന്നിൽ വന്ന് എല്ലാം നടത്തിക്കൊടുക്ക. മനസ്സിന് തൃപ്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സത്യങ്ങൾ മറച്ചു വെച്ച് ഈ കല്യാണം നടത്താൻ പറ്റില്ല. എന്ത് സത്യം? എന്താ മാഷ് ഉദ്ദേശിക്കുന്നേ? പറ മാഷേ. ശരി, പറയാം. ആകാശും ശ്രേയയും ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് മാത്രമല്ല, അവർ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു. കുഞ്ഞളിയാ, ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാക്കി ഞാൻ എത്ര കോൺട്രാക്ട് ഞാൻ കൈക്കലാക്കിയേനെ. അവർ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നവരാ. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാ. പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല. ആകാശിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന് കയറേണ്ടതാ അവള്. നീ ആ ശബ്ദം ഒന്ന് ഓഫ് ചെയ്തേ. ഓഫ് ചെയ്തേ. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ശരി, അപ്പൊ ഇതറിയാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മാഷെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നേ? എനിക്കും ഇതെല്ലാം അറിയായിരുന്നു നേരത്തെ തന്നെ. അതെ, ഇതൊക്കെ അറിഞ്ഞിട്ടാണോ രണ്ടുപേരും ഇതിന് സമ്മതിച്ചത്? സമ്മതിച്ചതിനെന്താ കുഴപ്പം? എടാ, വിവരമില്ലടാ നിനക്ക്. മാഷി തന്നെ ഒച്ചയെടുക്കുന്നേ. അവൻ ചോദിക്കുന്നത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ഇതിലെന്താ കുഴപ്പം? ശ്രേയ ഇവന്റെ അനിയൻ സ്നേഹിച്ച പെണ്ണാ. ആയിക്കോട്ടെ, അതിനെന്താ? നീ ഒരു പെണ്ണല്ലേ, ആലോചിച്ച് നോക്കിയാമേ. നിങ്ങൾ എന്തിനാ മാഷെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കേണ്ടി വരുന്നത്? നാണമില്ലടാ നിനക്ക്. ആ, ഇവനിപ്പോ എന്തിനാ കാണിക്കുന്നേ? ചേട്ടൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചപ്പോ ഈ നിൽക്കുന്ന ആകാശന് നാണം ഉണ്ടായില്ലല്ലോ. താലികെട്ട് കഴിഞ്ഞേ ഇവളെ ഇവനെയും കൂടെ അനുഗ്രഹിക്കാൻ വേണ്ടി മുന്നിലുണ്ടായിരുന്നല്ലോ മാഷ്. അപ്പം മാഷിന് നാണം തോന്നിയില്ലേ? ചേട്ടത്തി ആവേണ്ട പെണ്ണിനെയാ ഇവൻ കെട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ ആർക്കും ആ കാര്യത്തിലൊരു നാണം ഉണ്ടായില്ലല്ലോ. പിന്നെ ഞാനും എന്റെ മോനും എന്തിനാ നാണിക്കുന്നേ? പെങ്ങടെ മോളെ അരവിന്ദ് ചതിച്ചെന്ന് പറഞ്ഞ് അനിയനെ കൊണ്ട് കെട്ടിച്ചു. അതുപോലെ ആകാശ് ചതിച്ചിട്ട് പോയ പെണ്ണിനെ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുന്നു. അരവിന്ദ് കൈവിട്ട പെണ്ണിനെ ആകാശ് കെട്ടുന്നു. ആകാശ് കൈവിട്ട പെണ്ണിനെ അരവിന്ദ് കെട്ടുന്നു. അത്രേ ഉള്ളൂ. പെങ്ങടെ മോള് സേഫ് ആയിരിക്കാൻ വേണ്ടി ആകാശിനെ കൊണ്ട് കെട്ടിച്ചു. അതുപോലെ എന്റെ മോന്റെ ജീവിതം സേഫ് ആയിരിക്കാൻ വേണ്ടി ഞാനിവനെ ശ്രേയെ കൊണ്ട് കെട്ടിക്കുന്നു. അത് തെറ്റാണെന്ന് ആരും പറയില്ല. ഇനി ഈ കല്യാണം മുടക്കാൻ നോക്കിയ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. മാഷിന്റെ മോൻ നന്നായി ജീവിച്ചു കാണണമെങ്കിൽ ഈ കല്യാണം നടത്തി കൊടുക്കണം. അതല്ല കല്യാണം മുടക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനും എന്റെ മോനും രമേശനും ഈ വീട് വിട്ട് ഇറങ്ങിയിരിക്കും. ഞാൻ ആരെയും വരട്ടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ. സത്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ വീട് രണ്ടാവും.
കുടുംബം പിരിയും. അതല്ലെങ്കിൽ പെങ്ങടെ മോളെയും മോനെയും ബാല്യകാല സുഹൃത്തിനെയൊക്കെ കൂട്ടി മാഷ് സന്തോഷമായിട്ടങ്ങ് ജീവിച്ചോ. അപ്പൊ ഈ നാട്ടുകാരെന്ത് പറയുമെന്ന് നമുക്ക് നോക്കാലോ. മാഷ് തീരുമാനിക്ക്. നീ വാടാ.